ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. വെക്റ്റർ കാൽക്കുലസ് ആണ് നമ്മൾ ഈ ലെക്ചറിൽ കാണാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് ഈ സബ്ജക്റ്റിൽ നമ്മൾ ചാർജസിനെ കുറിച്ചും അതിൻ്റെ ഫീൽഡ് ആൻഡ് അനാലിസിസിനെ കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ ഈ ചാർജിനെ കുറിച്ചും അതിൻ്റെ ബിഹേവിയറിനെ കുറിച്ചും അനാലിസിസ് ചെയ്യണമെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്കലി അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളത് അറിയേണ്ടത് അത്യാവശ്യമാണ്. വെക്റ്റർ കാൽക്കുലസിൽ നമ്മൾ ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എങ്ങനെ ചെയ്യുന്നുള്ളതാണ് മെയിനായിട്ട് കാണാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ലെങ്ത്, ഏരിയ ആൻഡ് വോളിയം ആണ്. നമ്മുടെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കാം. ഒരു സിംഗിൾ ലൈനിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഏരിയയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു വോളിയമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഈ മൂന്ന് കേസസിലും നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അതിന് നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ എങ്ങനെയാണെന്നുള്ളത് ആദ്യം നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് ഒരു ലൈനിൽ നമ്മളുടെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. ഈ ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് നമ്മളുടെ ഒരു ലൈൻ കൺസിഡർ ചെയ്യാം. ഇൻ ദിസ് ഹോൾ ലൈൻ നമ്മളൊരു സിംഗിൾ പീസ് ആണ് എടുക്കുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എസ് ആണ്. അതിന്റെ കോർഡിനേറ്റ്സ് ആണ് എക്സ്, വൈ ആൻഡ് സെഡ് വിത്ത് എ ഡിഫറൻസ് ഡി എക്സ്, ഡി വൈ ആൻഡ് ഡി സെഡ്. ഓക്കെ, ഈ ഒരു സ്മോൾ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡി എൽ എന്ന് പറയുന്നതാണ്. ദാറ്റ് ഇസ് ലെങ്ത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഡി എൽ ആണ്. സപ്പോസ് എനിക്ക് ഇതുപോലെ ഒരു കോപ്പർ വയർ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ കോപ്പർ വയറിലുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണാൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു കംപ്ലീറ്റ് വയറിന്റെ ഒരു സ്മോൾ സെക്ഷൻ ഡി എൽ നമ്മൾ എടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ആ ഒരു സ്മോൾ സെക്ഷനിലുള്ള ചാർജ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ ഇന്റഗ്രേഷൻ കൊടുത്തിട്ട് അതിന്റെ ലിമിറ്റ്സ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഡി എൽ എന്താണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഡി എല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഇസ് ഡി എക്സ് എ എക്സ് പ്ലസ് ഡി വൈ എ വൈ പ്ലസ് ഡി സെഡ് ഇ സെഡ്. ഈ ഒരു ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇറ്റ് ഈസ് ഇൻ വൈ ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഡി എൽ എന്ന് പറയുന്നത് ഡി വൈ എ വൈ എന്ന് പറയുന്ന ഒരു സിംഗിൾ സെക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി രണ്ട് നമുക്ക് 0 ആയിരിക്കും. അതേ സമയത്ത് എനിക്ക് ഇങ്ങനെയുള്ള ഒരു ലൈനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇറ്റ് ഹാസ് ബോത്ത് വൈ ആൻഡ് സെഡ്. അതുകൊണ്ട് ഡി വൈ എ വൈ പ്ലസ് ഡി സെഡ് സെക്ഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ എക്സ് കോമ്പണന്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ 3 എണ്ണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജനറൽ ഇക്വേഷൻ. ഓക്കെ, ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഇക്വേഷൻ ഇതായിരിക്കും ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. നെക്സ്റ്റ് ഈസ് ഡിഫറൻഷ്യൽ സർഫസ്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു സർഫസ് കൺസിഡർ ചെയ്യാണ്, ഒരു വൈ ആൻഡ് സെഡ് സർഫസ്. ഓക്കെ, ഇതിന്റെ ഒരു സ്മോൾ സെക്ഷൻ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. നേരത്തെ ലൈനിൽ എടുത്ത പോലെ തന്നെ ഇവിടെ ഒരു സ്മോൾ സെക്ഷൻ നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു സെക്ഷനിലുള്ള ചാർജ് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിന്റെ ഹോൾ ഇന്റഗ്രൽ നമ്മൾ കൊടുക്കുകയാണ് നമ്മളത് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു സ്മോൾ സെക്ഷൻ എടുക്കുന്നത്. ആ സെക്ഷനിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവിടെ വരിക? ദിസ് സെക്ഷൻ ഈസ് ഇൻ വൈ ഡയറക്ഷൻ. ദിസ് ഇസ് ഡി വൈ ആൻഡ് ദിസ് ഇസ് ഡി സെഡ്. ഓക്കെ, ഇതിന്റെ ഒരു സ്മോൾ ഏരിയ അതിനെ നമ്മൾ ഡി എസ് എന്നാണ് വിളിക്കുക. അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് അതിന് നോർമൽ ആയിരിക്കും, ഈ എക്സ് ഡയറക്ഷനിലായിരിക്കും. ഇതിനെ നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാം? ദാറ്റ് ഇസ് ഡി എസ് ഇസ് ഈക്വൽ ടു ഡി വൈ ഡി സെഡ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ എ എക്സ്. ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് വൈ സെഡ് പ്ലെയിനിലായതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഡി വൈയും ഡി സെഡും കിട്ടിയത്. അതേ സമയത്ത് മറ്റു പ്ലെയിൻസുകളിലായിരുന്നെങ്കിൽ നമ്മളുടെ പാരാമീറ്റേഴ്സ് മാറി വന്നേനെ. ലൈക്ക് ഡി എക്സ് ഡി സെഡ് പ്ലെയിനിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിംഗ് ഡി എക്സ് ആൻഡ് ഡി സെഡ് ആൻഡ് ഇറ്റ്സ് നോർമൽ വിൽ ബി വൈ. ആൻഡ് സിമിലർലി ഡി എക്സ് ഡി വൈ ആൻഡ് ഇറ്റ്സ് നോർമൽ വിൽ ബി ഡി സെഡ്. നമ്മളൊരു സർഫസ് ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു സർഫസ് ഏത് ആക്സിസിലാണോ അതിനനുസരിച്ച് നമ്മളുടെ ഇക്വേഷൻ മാറും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഡിഫറൻഷ്യൽ വോളിയം ആണ്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു ഹോൾ വോളിയം കൺസിഡർ ചെയ്യാണ്. അതിനകത്ത് ഒരു സ്മോൾ സെക്ഷൻ ഞാനിവിടെ എടുക്കുകയാണ്. ഒരു വോളിയം ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ബോത്ത് ഡി എക്സ് ഡി വൈ ആൻഡ് ഡി സെഡ് കോമ്പണൻസ്. എന്നിട്ട് വോളിയം നമുക്ക് സിംപ്ലി വി ക്യാൻ റെപ്രസെന്റ് ലൈക്ക് ദിസ് ഡി വി. dv is equal to dx, dy and dz ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് മൂന്നുമാണ് നമ്മളുടെ ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്, ഡിഫറൻഷ്യൽ സർഫസ് ആൻഡ് ഡിഫറൻഷ്യൽ വോളിയം. നമ്മൾ ഫ്യൂച്ചറിൽ ഇന്റഗ്രേഷൻ കാണുന്ന സമയത്ത് ഏത് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്, സർഫസ് ആൻഡ് വോളിയംസ് ആയിരിക്കും നമ്മൾ എടുക്കുക. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഡെറിവേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഓക്കെ,
സോ ഇനി ഈ സെയിം കണ്ടീഷൻ നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മളൊരു ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. ദിസ് ഇസ് എ ജനറൽ ഇക്വേഷൻ. dl is equal to d rho a rho plus rho into d phi a phi plus dz az. This is the general equation for finding ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്. നെക്സ്റ്റ് നമ്മൾ ഡിഫറൻഷ്യൽ സർഫസ് ഏരിയ എടുക്കുകയാണെന്ന് വിചാരിക്കുക. സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിയ പോലെ 3 രീതിയിലുള്ള സർഫസ് നമുക്ക് അവിടെ ഉണ്ടാവും. ദാറ്റ് ഈസ് ലൈക്ക് ദിസ്. സോ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം പഠിച്ച സമയത്ത് ഞാൻ കാണിച്ചിരുന്നു നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സർഫസ് ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. അതിൽ ഫസ്റ്റിൽ റോ കോൺസ്റ്റന്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന സർഫസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണെന്നുള്ളത് ഞാൻ കാണിച്ചിരുന്നു. സോ ഈ സർഫസിനെ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു സ്മോൾ പീസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വാല്യൂ ആണ് കാണുന്നത്. അതിൻ്റെ ഒരു സ്മോൾ പീസാണ് ഈ കാണുന്ന പീസ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് റോ ഡി ഫൈ ആൻഡ് ഡി സെറ്റ്. സോ നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് വരും? ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും നമുക്ക് വരും. നെക്സ്റ്റ് സർഫസ് ഇസ് ദിസ് സർഫസ്. ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ ഫൈ എന്ന് പറയുന്ന വാല്യൂ കോൺസ്റ്റന്റ് ആണെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് എ സർഫസ് ലൈക്ക് ദിസ്. അതിൻ്റെ ഒരു സ്മോൾ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഒരു പീസാണ് കിട്ടുക വിത്ത് ഡി ഫൈ ആൻഡ് ഡി സെറ്റ് ആൻഡ് ദ നോർമൽ ഡയറക്ഷൻ വിൽ ബി a5. ഓക്കെ, സോ അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ആൻഡ് ദ തേർഡ് സർഫസ് ഇസ് ദിസ്. സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത്. സോ ഇതിൻ്റെ ഒരു സ്മോൾ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് എ സെക്ഷൻ ലൈക്ക് ദിസ്. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? ഇങ്ങനെ കിട്ടും. സോ ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ സർഫസ് ഏരിയ ഫോർ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇതിൻ്റെ തന്നെ വോളിയം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡിഫറൻഷ്യൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഒരു സിംഗിൾ പീസ് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? റോ ഡി ഫൈ ആൻഡ് ഡി സെറ്റ്. ഇതിൻ്റെ ഓരോ പീസുകളും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് സർഫസ് ആൻഡ് വോളിയം ഓഫ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. സോ ഇതിൻ്റെ തന്നെ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിലോ, സോ ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലുള്ള ഒരു എക്സ്പ്രഷൻ ആണ് കിട്ടുക. ഇതെന്ന് പറയുന്നത് ഒരു ജനറൽ ഇക്വേഷൻ ആണ്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്. ഡിഫറൻഷ്യൽ സർഫസ് ഏരിയ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ദർ ആർ ഡിഫറെന്റ് സർഫസ് അവൈലബിൾ. സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ദിസ് ഇസ് ദ ഫസ്റ്റ് സർഫസ്, ദാറ്റ് ഈസ് r കോൺസ്റ്റന്റ് ആകുമ്പോഴുള്ള സർഫസ്. ഈ ഒരു സർഫസിന്റെ ഒരു സ്മോൾ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് എ സർഫസ് ലൈക്ക് ദിസ് ആൻഡ് ഇറ്റ്സ് നോർമൽ വിൽ ബി AR. സോ അതുകൊണ്ട് തന്നെ ഡിഎസിന്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് എനിക്ക് ഇതുപോലെയുള്ള ഒരു സർഫസ് ആണ് കിട്ടുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് വെൻ തീറ്റ ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ. സോ ഈ ഒരു സർഫസിനകത്ത് നിന്ന് ഒരു സ്മോൾ സെക്ഷൻ ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇതുപോലെയുള്ള ഒരു സെക്ഷനാണ് കിട്ടുക. അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? എൻ്റെ സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. ആൻഡ് ദ തേർഡ് സർഫസ് ഈസ് ദിസ് വൺ. ഈ ഒരു സർഫസിനകത്ത് നിന്ന് ഒരു സ്മോൾ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് എ സെക്ഷൻ ലൈക്ക് ദിസ്. ഓക്കെ, അതിൽ നിന്ന് എനിക്ക് തേർഡ് ഇക്വേഷൻ കിട്ടും. സോ ഡിഫറൻഷ്യൽ സർഫസ് ഏരിയ കാണാനുള്ളതിൻ്റെ ഇക്വേഷൻ ഇതാണ്. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ വോളിയം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് എ സ്മോൾ വോളിയം ലൈക്ക് ദിസ്. സോ ഈ ഒരു വോളിയത്തിനകത്ത് നിന്ന് ഐ ക്യാൻ ഗെറ്റ് ദ ഇക്വേഷൻ r² sin theta dr d theta d phi. So this is the equation for differential volume. സോ 3 കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെയും ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്, ഡിഫറൻഷ്യൽ സർഫസ് ആൻഡ് ഡിഫറൻഷ്യൽ വോളിയം ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതെന്ന് പറഞ്ഞത് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഫർദർ ആയിട്ടുള്ള പല ഇക്വേഷൻസുകളും ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് മാത്രം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. സോ ഇതിൻ്റെ ഡെറിവേഷൻസോ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാത്തത്. നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പ്രഷൻസ് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.